കണ്ടിരിക്കാവുന്ന അല്ലെങ്കിൽ ഒരു ഓക്കേഷ് ത്രില്ലർ മൂവി ആയിട്ടാണ് ഗോളം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമയുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ പ്രോമിസിംഗ് ആയിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓൾസോ കാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രഞ്ജിത്ത് സജീവാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. മൈക്ക് കൽബ് എന്ന് പറഞ്ഞ സിനിമയിൽ നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഓൾസോ ദിലീഷ് പോത്തൻ, അലൻ സിയാർ, സിദ്ദിഖ്, സണ്ണി വെയിൻ തുടങ്ങിയവരൊക്കെ ഈ ഒരു സിനിമയിലോട്ട് വരുന്നുണ്ട്. സോ സിനിമയുടെ ടോട്ടാലിറ്റി പറയുമ്പോൾ എനിക്കൊരു ഓക്കേഷ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ സിനിമയിലെ ക്രൈം എങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി അതൊക്കെ വളരെ കിഡിലനായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ സിനിമയെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് പ്ലോട്ടിൽ നിന്ന് തുടങ്ങാം. വിടെക് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനിയെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് സിനിമ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. സോ ആ ഒരു കമ്പനിയിൽ ഏകദേശം ഒരു 13-14ഓളം സ്റ്റാഫുകളുണ്ട്. സോ അവിടുത്തെ ഒരു ബോസ് ആയിട്ടാണ് ദിലീഷ് പോത്തൻ ചെയ്യുന്ന ഐസക് ജോൺ എന്ന് പറഞ്ഞൊരു കഥാപാത്രം വരുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടുത്തെ ബോസ് മരണപ്പെടുകയാണ്. സോ അതൊരു കൊലപാതകമായിരിക്കാം അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ളൊരു ഡെത്ത് ആയിരിക്കാം. സോ അവിടെയുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ഒക്കെ പറയുന്നു ഒരു നോർമൽ ഡെത്താണ്. ബട്ട് ASP സന്ദീപ് പറയുന്നത് ഒരു കൊലപാതകമാണ്. ആ ഒരു വേഷമാണ് രഞ്ജിത്ത് സജീവ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ഈ ഒരു കൊലപാതകം ആര് ചെയ്തു, എന്തിന് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമ പ്രധാനമായിട്ടും ചർച്ച ചെയ്ത് പോകുന്നത്. എന്നെ ഏറ്റവും ഇംപ്രസ് ചെയ്യിപ്പിച്ചത് തീർച്ചയായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിനിമയിലെ ക്രൈം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളത് സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾസോ സിനിമയുടെ തുടക്കം തൊട്ട് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിടെക് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ആ ഒരു കമ്പനി, അതിൻ്റെ പ്രിമൈസസ്, അവിടെ വരുന്ന സ്റ്റാഫുകളൊക്കെ കാണിച്ചിരിക്കുന്ന ആ ഒരു നല്ല ഒരു സോങ്ങോട് കൂടിയിട്ട് കാണിച്ചിരിക്കുന്ന ഒരു സംഭവം കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തോന്നിയിരുന്നു. ശരിക്കും ആരാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന തരത്തിൽ ആ ഒരു പ്ലേസ് ആളുകളുടെ മുന്നിലോട്ട് എത്തിച്ചത് കിടിലനായിട്ട് തന്നെയായിരുന്നു അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എങ്ങനെ ഈ ഒരു കൊലപാതകം നടന്നു എന്നുള്ളൊരു ചോദ്യം പ്രേക്ഷകൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരിക്കും. കാരണം നമ്മൾ പലപ്പോഴും പല ത്രില്ലർ സിനിമകൾ കാണുന്നതാണ്. പക്ഷെ അതെങ്ങനെ നടന്നു എന്നുള്ളത് ഒരു ലൂപ്പ് ഹോളും ഇല്ലാത്ത രീതിയിലാണ് സിനിമ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അത് വളരെ കിഡിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ ആദ്യത്തെ സംവിധായക സംരംഭം എന്നുള്ള നിലയിൽ സംജത്തിന് തീർച്ചയായിട്ടും കൈയുടെ അർഹിക്കുന്നുണ്ട്. പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും രഞ്ജിത്ത് സജീവ് നല്ല ഒരു പോലീസ് ഓഫീസറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില സമയത്തുള്ള ചില അപ്പിയറൻസുകൾ കാര്യങ്ങൾ കാണുമ്പോൾ എന്തൊക്കെയോ ഒരു ഏച്ചുകെട്ടലൊക്കെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ദിലീഷ് പോത്തൻ കിട്ടിയ വേഷം കിടുക്കിയിട്ടുണ്ട്. ഓൾസോ സിദ്ദിഖ് ആണെന്നുണ്ടെങ്കിലും അലൻ സിയാർ ആണെന്നുണ്ടെങ്കിലും കിട്ടിയ വേഷം സൂപ്പർബായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. സണ്ണി വെയിന് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിലും ഉള്ള വേഷം നല്ല രീതിയിൽ തന്നെ ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സിനിമ അങ്ങനെ പോകെ ആരാണ് കൊലപാതകി, എന്തിനു വേണ്ടി ചെയ്തു, എങ്ങനെ ചെയ്തു എന്നുള്ള ആ ഒരു പാട്ടിലോട്ട് എത്തുമ്പോൾ ഒരുപാട് ലോജിക്കൽ പ്രശ്നങ്ങൾ സിനിമയിലോട്ട് വന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കേസ് അന്വേഷിക്കുന്ന ASP രഞ്ജിത്ത് ഈ ഒരു കേസ് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ കൊലപാതകയെ കണ്ടുപിടിക്കുന്ന മാർഗം എന്ന് പറയുന്നത് വളഞ്ഞൊരു വഴിയായിട്ട് തോന്നിയിരുന്നു. അദ്ദേഹത്തിന് മുമ്പിലുള്ള ബേസിക് ആയിട്ടുള്ള തെളിവുകൾ ഒന്ന് നല്ല രീതിയിലൊന്ന് ഒബ്സർവ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും അദ്ദേഹത്തിന് ആദ്യമേ തന്നെ കിട്ടിയെന്നുള്ളതാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല സിനിമ മൊത്തത്തിൽ നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും കൊലപാതകം ചെയ്യുന്ന ആൾക്കൊരു മോട്ടീവ് ഉണ്ടായിരിക്കും. സോ നമുക്കും അത് ന്യായമായിട്ട് തോന്നണം. അത് കൺവേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ആ ഒരു കൊലപാതകം ചെയ്യുന്ന സമയത്ത് അനുഭവിച്ചിരിക്കുന്ന ടെൻഷൻ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ചില സീനുകൾ ഭയങ്കര ലോജിക്കൽ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറായിട്ടാണ് സന്ദീപ് എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസറെ കാണിച്ചത്. അദ്ദേഹത്തിന് മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ കണ്ണിൽ പെടാതെ പോയി എന്നുള്ളത് വളരെയധികം ഒരു ലോജിക്കൽ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. വല്ലപ്പോഴും ത്രില്ലർ സിനിമ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര നേരം കണ്ട എൻ്റെ ആസ്വാദനത്തെ ഭയങ്കരമായിട്ടത് ബാധിച്ചു എന്നുള്ള രീതിയിലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായി പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. ഇനി ടെക്നിക്കൽ സൈഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിൽ ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും എഡിറ്റിങ്ങും സിനിമാറ്റോഗ്രാഫിയും ഒക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചാണെന്നുണ്ടെങ്കിലും ചെയ്തിരിക്കുന്ന കുറച്ച് VFX സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കിടിലനായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന ഗോളം എന്ന് പറയുന്ന ആ ഒരു സംഭവം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സിനിമയുടെ അവസാനത്തിലോട്ട് എത്തുമ്പോൾ അതെന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതെനിക്ക് വളരെയധികം ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു പേരിട്ടത്, ഇത് ഒരിടത്തും ഒന്നും കണക്റ്റ് ആവുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷേ സിനിമയുടെ അവസാനത്തിലോട്ട് എത്തുമ്പോൾ അത് നല്ല രീതിയിൽ കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. ഓൾസോ ഈ ഒരു സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട് എന്നുള്ള രീതിയിലാണ് സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം സിനിമ നല്ല ഒരു രീതിയിലുള്ളൊരു സ്ക്രിപ്റ്റും നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചില ലോജിക്കൽ പ്രശ്നങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു ത്രില്ലർ ആവാൻ സാധ്യതയുള്ള ഒരു സിനിമയായിരുന്നു എന്നുള്ള രീതിയിലാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ലോജിക്കൽ പ്രശ്നം എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ ആസ്വാദനത്തെ ബാധിച്ചു. സോ രണ്ടാം പാർട്ട് വരാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് നല്ല ഒരു ത്രില്ലർ ഇനിയും ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ തീർച്ചയായിട്ടും സംജിത്ത് എന്ന് പറയുന്ന ഡയറക്ടർക്ക് കയ്യടി അർഹിക്കുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനായിട്ടുള്ളത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം
കണ്ടിരിക്കാവുന്ന ഒരു ഓക്കേഷ് ത്രില്ലർ എന്നുള്ള രീതിയിലാണ് ഗോളം എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.